ട്രാവൽസ് ഇൻ എ സ്ട്രേറ്റ് ലൈൻ എന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചിരുന്നല്ലോ. ഈ സ്ട്രേറ്റ് ലൈനിൻ്റെ ഉള്ളിൽ തന്നെ അത് വേവ് ആയിട്ടാണ് പോകുന്നത്. സോ ദീസ് ലൈറ്റ് ഇറ്റ് ഷോസ് എ വേവ് ലൈക്ക് നേച്ചറാണ് കാണിക്കുന്നത്. ഓക്കെ, വേവ് ലൈക്ക് നേച്ചറാണ് കാണിക്കുന്നത്. അത് സ്ട്രേറ്റ് ആയിട്ട് പാസ് ചെയ്യുന്നത് എന്നുള്ള കൺസെപ്റ്റ് ക്ലിയർ ആണ്. Okay, so these light passes in a straight line but it is having a wavelength. അത് wavelength ഉണ്ട്, but straight line ആയിട്ടാണ് പാസ് ചെയ്യുന്നത്. ഓക്കെ, സോ വി വിൽ ലേൺ ഇൻ ഡീറ്റെയിൽ. ഇതുവരെ നമ്മൾ ലൈറ്റ് ട്രാവൽസ് ഇൻ എ സ്ട്രേറ്റ് ലൈൻ എന്നൊക്കെ പറഞ്ഞിരുന്നു. ബട്ട് ഇത് വേവ് പോലെയാണ്, അതിൻ്റെ നാച്ചറൊക്കെ നമ്മൾ കമ്മിങ് അപ്പ് ക്ലാസ്സസിൽ പഠിക്കും. സോ വി ഡു നോട്ട് വോണ്ട് ടു ഡിസ്കസ് അബൌട്ട് ഇറ്റ് ഇൻ ഡീറ്റെയിൽ. സോ ലൈറ്റ് ഷോസ് വേവ് ലൈക്ക് നാച്ചറാണ് അത് കാണിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ആൻഡ് ദെയർഫോർ ദി ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ് ഹാസ് എ റെസൊല്യൂഷൻ വിച്ച് ഈസ് ഈക്വൽ ടു ദി വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്. ലൈറ്റിൻ്റെ വേവ് ലെങ്ത്തിനോട് തുല്യമായിട്ടുള്ള അല്ലെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള ഒരു റെസൊല്യൂഷനാണ് കാണിക്കുന്നത്. ഓക്കെ, ലൈറ്റിൻ്റെ വേവ് ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 4000 to 7000 ആങ്സ്ട്രോം. ആങ്സ്ട്രോം എന്നുള്ളത് ഇറ്റ് ഈസ് എ ന്യൂ യൂണിറ്റ്. ആങ്സ്ട്രോം എന്നത് ലൈറ്റ് ഇയർ പോലുള്ള അല്ലെങ്കിൽ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് പോലുള്ള മറ്റൊരു യൂണിറ്റാണ് ആങ്സ്ട്രോം. ഈ ആങ്സ്ട്രോം എന്ന യൂണിറ്റ് ഇറ്റ് വിൽ ബി എ ന്യൂ യൂണിറ്റ് ടു യു ഓർ ന്യൂ ടേം ടു യു. ആങ്സ്ട്രോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് യൂസിങ് ദി എ വിച്ച് ഈസ് ഹാവിങ് അപ്പോൺ എ സ്മോൾ സീറോ ഓൺ ഇറ്റ് or small o on it. So this is angstrom. The unit angstrom is represented like this. Angstrom, ANGSTROM. This is angstrom. So the wavelength of light it is approximately equal to 4000 to 7000 angstrom. So അത് 4000 to 7000 ആങ്സ്ട്രോമിനോട് ഈക്വലാണ്. എന്ത് ഈക്വലാണ്? വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ഇതിനോട് ഈക്വലാണ്. ഈ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് 4000 to 7000 ആങ്സ്ട്രോമിനോട് ഈക്വലാണെന്ന് ഓക്കെ. ബട്ട് 1 ആങ്സ്ട്രോം എത്രയാണ് എന്നറിയാതെ നമുക്ക് 7000 ആങ്സ്ട്രോം എത്രയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുമോ? ഇല്ല. 1 ആങ്സ്ട്രോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 10⁻⁻10 മീറ്റേഴ്സ്. അപ്പോൾ 10⁻10 മീറ്റേഴ്സ് ആണ് ഈ 1 ആങ്സ്ട്രോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, സോ 1 ആങ്സ്ട്രോം അപ്പം ഇത് 10⁻10 മീറ്റേഴ്സ് ആണ്. അപ്പോൾ 4000 to 7000 ആങ്സ്ട്രോം എന്ന് പറയുമ്പോൾ 4000 into 10⁻10 മീറ്റേഴ്സ് ആണ് അല്ലേ. സോ ഇറ്റ് ഈസ് ലിറ്റിൽ ബിറ്റ് എന്താണ് പറയുക, നമുക്ക് വളരെ മൈന്യൂട്ടായിട്ടുള്ള റേഞ്ചസിനൊന്നും ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് കുറച്ചും കൂടി റിസൊല്യൂഷൻ കുറവാണ് അല്ലേ. റിസൊല്യൂഷൻ കുറവാണ്. ഇതിന് റിസൊല്യൂഷൻ കൂടുതലാണോ കമ്പയർ ടു അതർ മൈക്രോസ്കോപ്പ് ദാറ്റ് വി ആർ യൂസിങ് നവഡേയ്സ്? അല്ല, നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്സിനാണ് കുറച്ചുകൂടെ റിസൊല്യൂഷൻ കൂടുതൽ. സോ ആൻഡ് നെക്സ്റ്റ് വൺ അങ്ങനെ ഇരിക്കെ ഈ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിന് ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. ഇറ്റ് ഈസ് ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ലൈറ്റ്. ബിക്കോസ് ലൈറ്റ് ഒരു വേവ് ലൈക്ക് നാച്ചർ കാണിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിൻ്റെ ഹയസ്റ്റ് റെസൊല്യൂഷൻ ഇറ്റ് ഈസ് ഈക്വൽ ടു ദി വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്. Clear with this concept? Okay, so next one. അങ്ങനെ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ് നിലനിൽക്കുന്ന സമയത്ത് ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിൻ്റെ ലിമിറ്റേഷൻ മനസ്സിലാക്കിയിട്ട് പുതിയൊരു മൈക്രോസ്കോപ്പ് അതേ സമയത്ത് തന്നെ ഫോം ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന് ഈ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിനേക്കാൾ കുറച്ചുകൂടി റിസൊല്യൂഷൻ കൂടുതലാണ്. അതായത് ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിനെ ഉള്ളിൽ വെച്ച് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഒബ്ജക്റ്റിനേക്കാൾ ചെറിയ ഒബ്ജക്റ്റ് എന്തുപയോഗിച്ച് നമുക്ക് കാണാം? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി ഉപയോഗിച്ച് നമുക്ക് കാണാം. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ആൻഡ് ഇറ്റ് വാസ് ഡിസ്കവേർഡ്. അത് ഡിസ്കവർ ചെയ്തു. ബട്ട് എന്താണെന്നറിയോ, ഇതിനും ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. ഈ ഒപ്റ്റിക്കൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന് ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് വാസ് എൻറ്റഡ് അപ്പ് വിത്ത് ദി ഫാക്ട് that it also shows a wave-like nature. അതും ഇലക്ട്രോൺ മൈക്രോസ്കോപ്പും അത്രയ്ക്ക് യൂസേജ് വന്നില്ല. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പും ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിനെ പോലെ തന്നെ ഒരു ലിമിറ്റേഷൻ അവർ കണ്ടെത്തി. ഇതിൻ്റെ റെസൊല്യൂഷനൊക്കെ കൂടുതലാണ്, അതൊക്കെ ശരിയാണ്. ബട്ട് എന്താണ്, ഇതും ഒരു വേവ് ലൈക്ക് നേച്ചർ കാണിക്കുന്നതായിട്ട് സയൻറ്റിസ്റ്റിന് മനസ്സിലായി. ഇലക്ട്രോൺസ് ഒരു വേവ് ലൈക്ക് നേച്ചർ കാണിക്കുന്നുണ്ട് എന്ന ഫാക്റ്റ് വന്നതോടെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനും മറ്റൊരു ലിമിറ്റേഷനായി. സോ വേവ് ലൈക്ക് നേച്ചർ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്ജക്ട്സിൻ്റെ സൈസ് ക്ലിയർ ആവണമെന്നില്ല. ബട്ട് റിസൊല്യൂഷൻ ഇതിന് കൂടുതലാണ് കമ്പയർ ടു ദി ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ്. അപ്പോൾ
റിസൊല്യൂഷനെ എഫക്റ്റ് ചെയ്യും. ഇത് റിസൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ റിസൊല്യൂഷൻ ഇറ്റ് ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ്. ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിന് റിസൊല്യൂഷൻ കുറവാണ് കമ്പയർഡ് ടു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഈ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഇറ്റ് ഈസ് ഹാവിങ് എ റിസൊല്യൂഷൻ വിച്ച് ഈസ് ആസ് സ്മോൾ ആസ് ദി ഫ്രാക്ഷൻ ഓഫ് 1 ആങ്സ്ട്രോം. അല്ലെങ്കിൽ ആങ്സ്ട്രോമിൻ്റെ ഫ്രാക്ഷനെ എങ്ങനെയാണ് ആങ്സ്ട്രോമിനെ ഒന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആങ്സ്ട്രോം 1 ആങ്സ്ട്രോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10⁻⁻10 മീറ്റേഴ്സ് ആണ്. ഇതിന് ഒരു എത്ര പവേഴ്സ് തമ്മിൽ ഡിവൈഡ് ചെയ്യുക? ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഡിവൈഡഡ് ഇല്ല, അതാണ് ഫ്രാക്ഷൻ. ഓക്കെ, x/y എന്ന ഫോർമുലയിൽ എഴുതുക. സോ it is having resolution of as small as the fraction of an angstrom. ആങ്സ്ട്രോമിൻ്റെ ഫ്രാക്ഷനേക്കാൾ സ്മോൾ ആയിട്ടുള്ള ഒരു റിസൊല്യൂഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനുണ്ട്. അപ്പോൾ ഇതിൻ്റെ റിസൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രേറ്റർ ആണ്. ഇതിൻ്റെ റിസൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് അബൌട്ട് 0.6 ആങ്സ്ട്രോം. 0.6 ആങ്സ്ട്രോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് 1 ആങ്സ്ട്രോമിനേക്കാൾ ചെറുതാണ്. 10⁻⁻10 മീറ്റേഴ്സിനേക്കാൾ ചെറിയ വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിസൊല്യൂഷൻ ഓഫ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് കാണാം. ബട്ട് വേവ് ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്, വേവ് ലെങ്ത് നാച്ചർ കാണിക്കുന്നത് കൊണ്ട് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ ഒരു ലിമിറ്റേഷനാണ് അത്. വലിയ ലിമിറ്റേഷൻ ഒന്നുമല്ല, ഇറ്റ് ഈസ് ബീങ് സ്റ്റിൽ യൂസ്ഡ്. അങ്ങനെ നമുക്ക് എന്ത് മനസ്സിലായി? ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിനേക്കാൾ കുറച്ചുകൂടെ മെച്ചമാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് മനസ്സിലായി. ന്യൂലി ഇൻവെൻറ്റഡ് ആണ് ആഫ്റ്റർ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ്. പക്ഷേ ഇത് മാത്രം ഉപയോഗിച്ചാൽ പറ്റുമോ? ചിലപ്പോൾ ഈ 10⁻⁻10 മീറ്റേഴ്സിനേക്കാൾ ചെറിയ വാല്യൂസ് ഉള്ള ആറ്റംസും മോളിക്യൂൾസും ഒക്കെ ഡിസ്കവർ ചെയ്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ സൈസും അല്ലേ നമുക്ക് തന്നെ അറിയാം. 10⁻⁻10 മീറ്റേഴ്സ് ഒന്നുമല്ല, അതിനേക്കാൾ ചെറിയ വാല്യൂസ് ഉള്ള 10⁻⁻15 മീറ്ററൊക്കെ ഉള്ള സൈസസ് വരെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ എസ്റ്റിമേഷനിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം? നല്ല വെൽ വെരിഫൈഡ് ആയിട്ടുള്ള വാല്യൂസ് കിട്ടുന്ന ഒരു ലിമിറ്റേഷനും ഇല്ലാതെ വെൽ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്യണം. സോ അങ്ങനെയാണ് പുതിയൊരു മൈക്രോസ്കോപ്പ് വിച്ച് ഈസ് ലേറ്റർ ഇൻവെൻറ്റഡ്. ഇറ്റ് ഈസ് നോൺ ആസ് ടണലിംഗ് മൈക്രോസ്കോപ്പ്. ടണലിംഗ് മൈക്രോസ്കോപ്പ് എന്നാണ് പറയുക. ട്യൂണലിംഗ് എന്നല്ല വായിക്കുന്നത്, ടണലിംഗ് എന്നാണ്. സോ ടണലിംഗ് മൈക്രോസ്കോപ്പ് വിച്ച് ഇസ് ഹാവിങ് മച്ച് ബെറ്റർ റെസൊല്യൂഷൻ ദാൻ ദാറ്റ് ഓഫ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആൻഡ് ദാൻ ദാറ്റ് ഓഫ് ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ്. ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിനേക്കാളും ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനേക്കാളും കുറച്ചുകൂടി റെസൊല്യൂഷൻ കൂടിയതാണ് ടണലിംഗ് മൈക്രോസ്കോപ്പ്. അപ്പം ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിൻ്റെ ഇൻവെൻഷന് ശേഷം ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഇൻവെൻറ്റ് ചെയ്തു. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ ഇൻവെൻഷന് ശേഷം മച്ച് മോർ ബെറ്റർ മൈക്രോസ്കോപ്പ് വിച്ച് ഇസ് ഹാവിങ് റെസൊല്യൂഷൻ ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ബോത്ത് ദീസ് മൈക്രോസ്കോപ്പ്, ദാറ്റ് ഇസ് ഇലക്ട്രോൺ ആൻഡ് ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ്. ഇറ്റ് വാസ് ഡിസ്കവർഡ്. ഇറ്റ് വാസ് നോൺ ആസ് ടണലിംഗ് മൈക്രോസ്കോപ്പ്. Till this clear? അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? ഫസ്റ്റ് എസ്റ്റിമേഷൻ ഓഫ് വെരി സ്മോൾ സൈസസ് എന്നുള്ള കൺസെപ്റ്റ് പറഞ്ഞു. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈസ് ഓഫ് മോളിക്യൂൾസ്, സൈസ് ഓഫ് ആറ്റംസ് ആൻഡ് മച്ച് മോർ. So we can use screw gauge or spherometer for these measurements, which is equal to 10⁻⁸ to 10⁻⁻10 meters or even less. And optical microscope was discovered to it makes use of light to look at the object which is under observation. Observation നിൽക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ കാണാൻ വേണ്ടിയിട്ട് അത് ലൈറ്റ് എന്ന് പറയുന്ന സോഴ്സിനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. സോ നമുക്കറിയാം ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഹാവിങ് എ വേവ് ലൈക്ക് നേച്ചർ ആണ് അതിനുള്ളത്. സോ ദിസ് ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ് ഇറ്റ് ഹാസ് എ റെസൊല്യൂഷൻ വിച്ച് ഈസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് ദി വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്. സോ ഈ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപ്രോക്സിമേറ്റ്ലി 4000 to 7000 ആങ്സ്ട്രോമിനോട് ഈക്വൽ ആണ്. അങ്ങനെ മനസ്സിലാകണമെങ്കിൽ ആദ്യം 1 ആങ്സ്ട്രോം എത്രയാണെന്ന് മനസ്സിലാവണം. 1 ആങ്സ്ട്രോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് അബൌട്ട് 10⁻⁻10 മീറ്റേഴ്സ് എന്ന് പറഞ്ഞു. സോ ആൻഡ് ദെൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വാസ് ലേറ്റർ ഡിസ്കവേർഡ്, ബട്ട് ഇറ്റ് വാസ് എൻഡഡ് അപ്പ് വിത്ത് ദ ഫാക്ട് ദാറ്റ് ദേ ഓൾസോ ഷോസ് എ വേവ് ലൈക്ക് നേച്ചർ. വാട്ട് ഷോസ്? ഇലക്ട്രോൺ ഷോസ്. ദേ എന്ന് പറയുന്നത് ഇത് ഇലക്ട്രോണിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, the resolution of electron microscope which is as small as the fraction of 1 angstrom. 1 angstrom in the fraction എത്രയാണോ അത്രയും മൈന്യൂട്ട് വാല്യൂസ് വരെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, which is as much small as the fraction of an angstrom which is having greater resolution. So ഇതിന് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞത് കുറച്ചുകൂടി കൂടുതലാണ് കമ്പയർഡ് ടു ദി ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ്. And then later on the tunneling microscope with much better resolution it was being discovered, and still we are using tunneling microscope and other microscopes to estimate very small sizes. Okay, so
ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ എക്സ്പെരിമെൻ്റ് ആണ്. ഈ സിമ്പിൾ എക്സ്പെരിമെൻറ്റിൽ എന്താണ് നടക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ സൈസ് ഓഫ് മോളിക്യൂൾസ് ഒക്കെ പറഞ്ഞത്, അതിൻ്റെ മെഷർമെൻറ്റ്സ് എങ്ങനെ കണ്ടെത്തും, മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചെന്ന് പറഞ്ഞു. പക്ഷേ മൈക്രോസ്കോപ്പ് ഒന്നും തന്നെ ഉപയോഗിക്കാതെ ഒലിക് ആസിഡ് എന്ന് പറയുന്ന ഈ ഒലിക് ആസിഡിൻ്റെ മോളിക്യൂൾസിൻ്റെ സൈസ് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാം. ഒലിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ സോപ്പി ലിക്വിഡ്. അതെല്ലാവർക്കും അറിയാം, നമ്മൾ കഴിഞ്ഞ 10th നിങ്ങൾ പഠിച്ചതാണ്. സോ 10th ഒലിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ സോപ്പി ലിക്വിഡ് എന്ന് നിങ്ങൾക്കറിയാം. സോ ഈ ഒലിക് ആസിഡിൻ്റെ മോളിക്യൂൾസിൻ്റെ സൈസ് എസ്റ്റിമേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് വേണ്ട, മൈക്രോസ്കോപ്പിൻ്റെ ആവശ്യമില്ല. അവിടെ ഒരു സിമ്പിൾ എക്സ്പെരിമെൻറ്റിൻ്റെ ആവശ്യമുണ്ട്. ഈ സിമ്പിൾ എക്സ്പെരിമെൻറ്റ് എങ്ങനെയാണ് നടക്കുന്നത്, എങ്ങനെയാണ് ഈ ഒലിക് ആസിഡിൻ്റെ മോളിക്യൂൾസിൻ്റെ സൈസ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് എന്നാണ് നെക്സ്റ്റ് ടോപ്പിക്. ഐ ഹോപ്പ് യു ആർ ക്ലിയർ വിത്ത് ദിസ് കൺസെപ്റ്റ്. സോ ലെറ്റ് us മൂവ് ഓൺ.